നിങ്ങൾക്ക് ഒരു ആനയെ തിന്നാൻ സാധിക്കുമോ? യെസ് ഓർ നോ? വെൽക്കം യു ഓൾ ടു ദ 18th എപ്പിസോഡ് ഓഫ് കിങ്സ് മൈൻഡ് സെറ്റ്. കിങ്സ് മൈൻഡ് സെറ്റിന്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. ബ്രെയിൻ ട്രേസിയുടെ 7 സ്റ്റെപ്പ് ഫോർമുലയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമുക്കറിയാം, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോങ് ടേം, മിഡ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമ്മൾ ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യുമ്പോൾ അതെല്ലായ്പ്പോഴും വലിയ ഗോളുകളായിരിക്കും, ബിഗ് ഗോളുകളായിരിക്കും, ബിഗ് ഡ്രീമുകളായിരിക്കും. ഡ്രീം ബിഗ്, സ്റ്റാർട്ട് സ്മോൾ, ആക്ട് നൗ. വലിയ സ്വപ്നം കാണുക, ചെറുതായി തുടങ്ങുക, ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര വലിയ ഹിമാലയൻ ടാസ്കുകളാണെങ്കിലും, ഒരു ആനയെ പോലെ എത്ര വലിയ ടാസ്കുകളാണെങ്കിലും നമ്മൾ അതിനെ പീസ് ആക്കുകയാണെങ്കിൽ, നമ്മൾ 1 bite at a time, ഒരു സമയത്ത് ഒരു ചെറിയ പീസ് കഴിക്കുകയാണെങ്കിൽ ഏത് വലിയ ഹിമാലയൻ ടാസ്കുകളും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പൊ ഗോൾ സെറ്റിംഗിൽ നമ്മൾ 10 year ഗോൾ, 5 year ഗോൾ, 3 year ഗോൾ, 1 year ഗോൾ, 1 year ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ മന്ത്ലി ഗോളിലേക്കും, വീക്കിലി ഗോളിലേക്കും, ഡെയിലി ഗോളിലേക്കും, നമുക്കറിയാം എലൈറ്റ് പെർഫോമൻസ് ഒക്കെ മിക്കപ്പോഴും എന്താണ്, അവർ മണിക്കൂറുകൾക്ക് പോലും അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് പോലും ഗോൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് വലിയ ഹിമാലയൻ ടാസ്കും ചെയ്തു തീർക്കാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗോൾ സെറ്റിംഗിൽ ഉപയോഗിക്കുന്ന PPPP ഫോർമുലയാണ്. വാട്ട് ഈസ് PPPP ഫോർമുല? എന്താണ് ആക്ച്വലി PPP ഫോർമുല? PPPP ഫോർമുല എന്ന് പറഞ്ഞാൽ P ഫോർ പേഴ്സണൽ. ഒന്നാമത്തെ P എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആണ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മൾ വ്യക്തിപരമായ ഗോളുകൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് I. നമ്മളുടെ പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ സെറ്റിംഗിൽ ഒന്നാമത്തെ P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ P എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസിൽ ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ സെറ്റിംഗിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും ഫ്യൂച്ചർ ആണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളെങ്കിലും നമ്മൾ അത് വർത്തമാന കാലത്തിലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗിൽ വളരെ പ്രധാനമാണ് പോയിന്റിങ് ടു ആൻ എക്സൈറ്റിംഗ് ഫ്യൂച്ചർ. അത് എപ്പോഴും നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം. നമുക്ക് വളരെ ഈസി ഗോളും അതുപോലെ തന്നെ വളരെ ഈസി ഗോൾ ആണെങ്കിൽ അത് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല. എന്നാൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഗോൾ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആവാനും സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ പറയാണ് എനിക്ക് എന്റെ ശരീരഭാരം കുറക്കണം എന്നുള്ളത്. അതൊരു വിഷാണ്. അതിനെ ഗോളാക്കുമ്പോൾ എനിക്ക് എന്റെ ശരീരഭാരം 10 കിലോ എനിക്ക് എന്റെ 10 കിലോ ഭാരം ഒറ്റ ദിവസം കൊണ്ട് കുറക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു അൺറിയലിസ്റ്റിക്കും അച്ചീവബിളും അല്ലാത്ത ഗോളാണ്. അത് നമുക്ക് ഡീമോട്ടിവേറ്റിംഗ് ആണ്, അത് പോസിബിൾ അല്ല. അതേ സമയത്ത് എനിക്ക് 10 കിലോ ഭാരം അടുത്ത 6 മാസം കൊണ്ട് കുറക്കണം എന്ന് പറയുമ്പോൾ അതൊരു ഗോളാണ്. അത് മാത്രമല്ല, അത് പോസിബിൾ ആയിട്ടുള്ള ഗോളാണ്. അതുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പോയിന്റിങ് ടു ആൻ എക്സൈറ്റിംഗ് ഫ്യൂച്ചർ, ഒരു എക്സൈറ്റ്മെന്റ് ആവുന്ന ഗോൾ വേണം നമ്മൾ മൂന്നാമത്തെ P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ P എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പോസിറ്റീവ് ആവണം എന്നുള്ളതാണ്. ഈ 4 Pകളും നിങ്ങളെ ഗോൾ സെറ്റിംഗിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ ഗോൾസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും.